ആനക്കൊമ്പ് കയ്യിൽ വെച്ച് നോട്ട് നിരോധനത്തെ ന്യായീകരിച്ച മോഹൻലാലിനെ പോലെയല്ല, ഒരു അനധികൃത ഇടപാടുകളുമില്ലാതെ ക്ഷേത്രങ്ങളല്ല നമ്മുടെ നാടിന് വേണ്ടത്, മറിച്ച് ആശുപത്രികളാണെന്ന് പറഞ്ഞ നടൻ വിജയ് തന്നെയാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ. അതെ, 30 മണിക്കൂർ തലങ്ങും വിലങ്ങുമായി ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തപ്പോൾ ഒരൊറ്റ ഉത്തരമേ നടൻ വിജയ്ക്കുണ്ടായിരുന്നുള്ളൂ: നിങ്ങൾ എന്നിൽ നിന്ന് ഒരു അനധികൃത ഇടപാടുകൾ കണ്ടെത്തി തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നേക്കാമെന്ന്, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാമെന്ന്. അതെ, തമിഴ്നാടിന്റെ തലൈവയുടെ രാഷ്ട്രീയം അത് ബിഗിലിൽ നിന്ന് തുടങ്ങിയതല്ല, മെർസലിൽ നിന്ന് തുടങ്ങിയതല്ല. 2013 പുറത്തിറങ്ങിയ തലൈവ വരെ വളരെ വ്യക്തമായി രാഷ്ട്രീയം പറയുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്ന തലൈവയുടെ 2013 തലൈവ, അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ കത്തി വളരെ വിശദമായി പറഞ്ഞു തരുന്നത് തമിഴ്നാടിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ്, കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് തന്നെയാണ്. അതിൽ വളരെ വ്യക്തമായി കോർപ്പറേറ്റ് വില്ലന്മാരുടെ തനിനിറം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ 2014 ഇറങ്ങിയ കത്തിയും വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത് വിജയുടെ രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. തുടർന്ന് പുറത്തിറങ്ങിയ മെർസലിൽ നിന്നുള്ള ഡയലോഗാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവസാന ക്ലൈമാക്സ് രംഗങ്ങളിൽ GSTയെ കുറിച്ച്, കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വ്യക്തമാക്കുന്നുണ്ട്, ഇവിടെ വേണ്ടത് ക്ഷേത്രങ്ങളല്ല, മറിച്ച് ഇവിടെ ആവശ്യമുള്ളത് ആശുപത്രികളാണ് എന്ന്. അത് കഴിഞ്ഞ് തിയേറ്ററുകളിൽ വലിയ വിജയം നേടാതെ പോയ ഭൈരവ വളരെ വ്യക്തമാക്കി തരുന്നത് വിദ്യാഭ്യാസ തട്ടിപ്പിനെ കുറിച്ചാണ്. പക്ഷേ ആ സിനിമയും തിയേറ്ററിൽ വലിയ ഹിറ്റാവാതെ പോയി. പക്ഷേ അവിടെയും വിജയ് വ്യക്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന സർക്കാരിൽ വളരെ വ്യക്തമായി രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കോമരങ്ങളെയും തുറന്നടിച്ച് വിമർശിക്കുന്നുണ്ട്. ഒടുവിൽ ബിഗിലിന് നേരെയും കേന്ദ്ര സർക്കാർ നീക്കം നടത്തി. മെർസലിൽ വിജയ് പറഞ്ഞതുപോലെ ഇവിടെ ആശുപത്രികളാണ് ആവശ്യമുള്ളത്, അല്ലാതെ ഇവിടെ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ആരാധനാലയങ്ങളോ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളോ അല്ല വേണ്ടത്, മറിച്ച് ഇവിടെ വേണ്ടത് ആശുപത്രികളാണ്. ഈ ഒരൊറ്റ ഒരു ഡയലോഗ് മതി പലരുടെയും കണ്ണിലെ കരടായി തീരാൻ വിജയിക്കുക. കാരണം ഈ ഒരു ഡയലോഗ് ഹിന്ദുത്വവാദികളെ അല്ലെങ്കിൽ വർഗീയവാദികളെ വിജയ്ക്ക് നേരെ ഒരുപാട് തവണ പല രീതിയിലും വിജയെ നേരിടാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം വളരെ വസ്തുതാപരമായിട്ടാണ് പറഞ്ഞത്. ക്ഷേത്രങ്ങളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ, പക്ഷേ ആ ഉദ്ദേശം പരസ്യമാക്കപ്പെടുന്നത് മുസ്ലിം ആരാധനാലയങ്ങൾ, ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, അങ്ങനെ ആത്മീയ രംഗത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കാൾ പ്രാധാന്യം എന്ന് പറയുന്നത് ആശുപത്രികൾ തന്നെയാണ്. കാരണം വസ്തുതാപരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്ത് ക്ഷേത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, പക്ഷേ പൊതുസമൂഹം തിരിച്ചറിയേണ്ടത് ക്ഷേത്രമായാലും മുസ്ലിം ആരാധനാലയമായാലും ക്രൈസ്തവ ആരാധനാലയമായാലും ഏതായാലും ആശുപത്രികൾ ഉയർന്നു വരുന്നതാണ് ഇതിനേക്കാൾ നല്ലത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ക്ഷേത്രവും ക്രൈസ്തവ ആരാധനാലയങ്ങളും മുസ്ലിം ആരാധനാലയങ്ങളും വേണ്ട എന്നല്ല, മറിച്ച് അതൊക്കെ വേണം, പക്ഷെ അതിനേക്കാൾ മുകളിൽ വേണ്ടത് ആശുപത്രികൾ തന്നെയാണ്. അതിനെത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യം സമ്മാനിച്ചു കഴിഞ്ഞു. രാജസ്ഥാനിൽ കുട്ടികൾ മരിച്ച സംഭവം, ഉത്തർപ്രദേശിൽ കുട്ടികൾ ഓക്സിജൻ ലഭിക്കാതെ മരിച്ച സംഭവം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്, നമ്മളൊക്കെ നേരിട്ട് കണ്ട കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഈ ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളാണ്. പൊതുജനങ്ങളോട് ഇവിടുത്തെ സർക്കാർ കാണിക്കുന്ന അനീതികളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിനെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നത് അദ്ദേഹത്തിന്റെ സിനിമകൾ പറഞ്ഞ ഈ സത്യങ്ങളൊക്കെ അത്
കേന്ദ്ര സർക്കാരിനെ ഉറക്കം കെടുത്തുന്നതായതുകൊണ്ടാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ തിരിച്ചാക്രമിച്ചപ്പോൾ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും ഒരു പോറലേറ്റിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അനധികൃത ഇടപാടുകൾ നടത്തിയിട്ട് അമിത്ഷയെയും മോദിയെയും പുകഴ്ത്തി പരസ്യമായി ഒരു വേദിയിൽ തുറന്നു പറഞ്ഞ രജനീകാന്ത് അല്ല, മറിച്ച് അനീതി കാണുമ്പോൾ അത് ക്ഷേത്രമായാലും തുറന്നു പറയാൻ തൻ്റെ ഇടം കാണിച്ച വിജയിയുടെ രോമത്തിൽ തൊടാൻ അദ്ദേഹത്തിന് തന്നെ വ്യക്തമാണ്. കാരണം ഇങ്ങനെയൊരു ആക്രമണം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. പക്ഷേ ഞാൻ ശരിയാണെന്ന ഉത്തമ ബോധ്യമുള്ളവർക്ക് മാത്രമേ നേരിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മോഹൻലാൽ പ്രതികരിച്ചതുപോലെ, രജനീകാന്ത് പ്രതികരിച്ചതുപോലെ ചില ഇടങ്ങളിൽ ചില പിഴവുകളോടുകൂടി മുന്നോട്ട് പോകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.